തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിൽ ഇന്നലെ സമാനതകളില്ലാത്ത പോലീസ് വിന്യാസം. സാധാരണ സെക്രട്ടേറിയറ്റിന് ചുറ്റുമാണ് ഇത്തരം പോലീസ് വിന്യാസം കാണാറുള്ളത്. തിങ്കളാഴ്ച കോർപ്പറേഷൻ പരിസരം പൂർണ്ണമായും പോലീസ് നിയന്ത്രണത്തിലായിരുന്നു. ഒരു വശത്ത് കന്റോൺമെന്റ് ACP, നിരവധി SHOമാരും അവിടെ അണിനിരന്നു. BJP പ്രവർത്തകർ കോർപ്പറേഷൻ പരിസരത്തെത്തുമെന്നും അവിടെ വലിയ സംഘർഷമുണ്ടാകുമെന്നും രഹസ്യാന്വേഷണ വിവരം. എന്നാൽ പിന്നീട് കേരളം കണ്ടത് ആശങ്കയുളവാക്കുന്ന വലിയ സംഘർഷം നടന്നതാവട്ടെ കൗൺസിൽ ഹാളിനുള്ളിൽ. കൗൺസിൽ ഹാളിനുള്ളിലേക്ക് പോലീസിന് പ്രവേശിക്കാൻ പരിമിതികളുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണസ്തംഭനം. മറുവശത്ത് കാപ്പ കേസ് പ്രതിയായ വാഴോട്ടുകോണം കൗൺസിലറെ പുറത്താക്കണമെന്ന ആവശ്യം. കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ഇന്നലെ UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്നായിരുന്നു നേരത്തെ അവർ പ്രഖ്യാപിച്ചത്. എന്നാൽ LDF പിന്തുണ നൽകാത്തതിനെ തുടർന്ന് അവിശ്വാസം ചീറ്റി. മേയർ VV രാജേഷ് വരുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് കൗൺസിലർമാർ അതിശക്തമായ പ്രതിഷേധവുമായി അവിടെ അണിനിരന്നു. ഇക്കഴിഞ്ഞ ദിവസം LDF പ്രതിഷേധത്തിലേറെ സ്കോർ ചെയ്തത് കോൺഗ്രസിനെ അലോസരപ്പെടുത്തിയിരുന്നു. LDFിനേക്കാൾ ശക്തമായ പ്രതിഷേധം അവിടെ അവതരിപ്പിക്കുകയായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം. കൗൺസിൽ യോഗത്തിനായി മേയർ VV രാജേഷ് കടന്നുവന്ന ഉടൻ തന്നെ ശബരിനാഥിന്റെ നേതൃത്വത്തിൽ UDF കൗൺസിലർമാർ പ്രതിഷേധ പ്രകടനവുമായി ഇറങ്ങി. ഇരിപ്പിടത്തിൽ നിന്നെഴുന്നേറ്റ് അവർ അത്യുച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കി. കൗൺസിലർ സുഗതനെ പുറത്താക്കണമെന്നാണ് മുഖ്യ ആവശ്യം. ഇതിനിടയിൽ അത്യന്തം നാടകീയമായ ചില സംഭവ വികാസങ്ങൾ. ഇക്കഴിഞ്ഞ ദിവസം മേയർ ഓഫീസ് ഉപരോധത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കൗൺസിലർമാരായ SS സിന്ധു ശശി എന്നിവർ വീൽ ചെയറുകളിൽ കോർപ്പറേഷൻ കൗൺസിൽ ഹാളിലേക്ക്. അവരുടെ കയ്യിലും പ്ലക്കാർഡുകൾ. ഗുണ്ടാ നേതാവിനെ പുറത്താക്കുക, നഗരത്തെ ഗുണ്ടാമുക്തമാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തിയത്. കോൺഗ്രസ് അംഗങ്ങൾ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയപ്പോൾ LDF മേയറുടെ സീറ്റിന് തൊട്ടരികിലേക്ക് കടന്നു ചെന്നു. കൗൺസിൽ നടപടികൾ ആരംഭിക്കുകയാണ് എന്ന് മേയർ VV രാജേഷിന്റെ അറിയിപ്പ്. തുടർന്ന് മന്ത്രി KM ഷാജിയുടെ ഒരു വീഡിയോ സന്ദേശം മേയർ രാജേഷ് പങ്കുവച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ കോർപ്പറേഷന്റെയും സംസ്ഥാന സർക്കാരിന്റെയും നയം ഒന്നെന്ന് വ്യക്തമാക്കുന്ന KM ഷാജിയുടെ പ്രസംഗം. കോർപ്പറേഷന് മുന്നിൽ അടിയന്തരമായി ചില അജണ്ടകൾ പാസ്സാക്കാനുണ്ട് എന്നും അംഗങ്ങൾ സഹകരിക്കണമെന്നും മേയർ VV രാജേഷ്. നിരവധി തവണയാണ് മേയർ VV രാജേഷ് ഈ ആവശ്യം മുന്നോട്ട് വച്ചത്. എന്നാൽ പ്രതിപക്ഷം സഹകരിക്കുന്നില്ല. അവർ കൂക്കുവിളികളുമായി സഭ അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം. മറുപക്ഷത്ത് BJP അംഗങ്ങൾ അതിശക്തമായ കൂക്കുവിളികൾ തുടങ്ങി. BJP അംഗങ്ങളിൽ ചിലർ ആക്രോശവുമായി കളത്തിലിറങ്ങി. മിണ്ടാതിരിക്കട, മര്യാദയ്ക്ക് അവിടെ ഇരിക്കട തുടങ്ങിയ പ്രയോഗങ്ങൾ. അനിയം ബാവയും ചേട്ടം ബാവയും എത്ര ഒരുമിച്ചാലും BJPയെ തൊടാൻ കഴിയില്ല എന്ന് BJP അംഗങ്ങൾ വിളിച്ചു പറഞ്ഞു. മേയർ VV രാജേഷ് വളരെ കൗശലപൂർവ്വം കരുക്കൾ നീക്കി. മേയറുടെ കയ്യിലിരിക്കുന്നത് ഏകദേശം 700ഓളം അജണ്ടകൾ. അടിയന്തരമായ അജണ്ടകൾ പാസാക്കിയെടുക്കണം മേയർ VV രാജേഷിനെ സംബന്ധിച്ച്. കഷ്ടിച്ചുള്ള ഭൂരിപക്ഷത്തിലാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഭരണം തുടരുന്നത്. അജണ്ടകൾ ചർച്ചയ്ക്ക് വെച്ച് ഓരോ അജണ്ടകളായി പാസാക്കിയെടുക്കുക അത്ര എളുപ്പമല്ല, പ്രത്യേകിച്ച് BJPയുടെ ഹാജർ നില താഴെ പോകുന്ന ദിവസങ്ങളിൽ. പിന്നീട് കൗൺസിൽ യോഗത്തിൽ കണ്ടത് പരസ്പര ആക്രോശവും സംഘർഷ സാഹചര്യവും. അംഗങ്ങൾ പരസ്പരം പച്ചത്തെറി വിളിച്ചു തുടങ്ങി. ബഹളം രൂക്ഷമായി. ഇതിനിടയിൽ മേയർ VV രാജേഷ് 700ഓളം അജണ്ടകൾ പാസ്സാക്കുന്നു എന്ന് പറഞ്ഞ് കയ്യടിയോടെ അജണ്ടകൾ പാസ്സാക്കിയതായി പ്രഖ്യാപിച്ചു. അജണ്ടകൾ പാസ്സാക്കിയതിന് തൊട്ടുപിന്നാലെ കൗൺസിൽ പിരിച്ചുവിട്ടുവെന്ന അറിയിപ്പും. വെറും 7 മിനിറ്റിനുള്ളിൽ 700ഓളം അജണ്ടകൾ പാസ്സാക്കിയ മാന്ത്രിക വിദ്യ മേയർ പുറത്തെടുത്തു. തീയിൽ ചാടിയ അവസ്ഥയായിരുന്നു പ്രതിപക്ഷത്തിന്. 7 മിനിറ്റിനുള്ളിൽ എല്ലാം കൈവിട്ടു. കോർപ്പറേഷൻ ഭരണസമിതിക്ക് താൽപ്പര്യമുള്ള 700ഓളം അജണ്ടകൾ അവർ നിമിഷങ്ങൾക്കുള്ളിൽ പാസ്സാക്കിയെടുത്തു. കൗൺസിൽ പിരിഞ്ഞു എന്ന പ്രഖ്യാപനം. ഇതേ തുടർന്ന് UDF BJP കൗൺസിലർമാർ തമ്മിൽ പരസ്പരം ചേരിതിരിഞ്ഞ് പരസ്പര പോർവിളി. കൗൺസിൽ യോഗത്തിന്റെ ഹാജർ ബുക്കിൽ സുഗതന്റെ പേരുള്ള ഭാഗം ഉയർത്തിക്കാട്ടി UDF ബഹളമുണ്ടാക്കുന്നു. തങ്ങൾക്ക് ഒപ്പിടാൻ ബുക്ക് തരുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ചെമ്പഴന്തി ഉദയൻ, VG ഗിരികുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ BJP കൗൺസിലർമാർ പാഞ്ഞെത്തി. ഇരുവിഭാഗവും വാക്കുതർക്കത്തിൽ നിന്ന് സംഘർഷത്തിലേക്ക്. ഇതിനിടെ ശബരിനാഥിന്റെ കഴുത്തിനടിയേറ്റു. ചെമ്പഴന്തി ഉദയൻ, ഇരുഭാഗത്തെയും വനിതാ കൗൺസിലർമാർ എന്നിവർക്ക് മർദ്ദനമേൽക്കുന്നു. വാട, പോട, നീയാരട തുടങ്ങിയ വിളികൾ. 1 മണിക്കൂറോളം പരസ്പരം ഉന്തും തള്ളും സംഘർഷവും.
ഇതിനിടയിൽ ശബരിനാഥനും ഉദയനും തമ്മിൽ ഷർട്ടിൽ പിടിച്ചുലി. ശബരിനാഥനും ഉദയനും തമ്മിൽ അതിശക്തമായ ഉന്തും തള്ളും. ഇതിനിടയിലേക്ക് വനിതാ കൗൺസിലർമാർ ഇടിച്ചു കയറി. സംഘർഷത്തിനിടയിൽ ഉദയന്റെ ഷർട്ട് വലിച്ചു കീറി. പാളയം കൗൺസിലർ ഷേർലി, കേശവദാസപുരം കൗൺസിലർ അനിത അലക്സ്, ചെങ്കോട്ടുകോണം കൗൺസിലർ അർച്ചന മണികണ്ഠൻ, കാര്യവട്ടം കൗൺസിലർ സന്ധ്യ റാണി എന്നിവർക്ക് മർദ്ദനമേൽക്കുന്നു. 1 മണിക്കൂറോളം നീണ്ട അടിപിടി. എന്ത് ചെയ്യണമെന്നറിയാതെ കൗൺസിൽ ഹാളിന് പുറത്ത് കേരള പോലീസ്. ഒടുവിൽ 4 മണിയോടെ എല്ലാവരും പുറത്തേക്ക്. പലരുടെയും ശരീരത്തിൽ ഷർട്ടില്ല. കൗൺസിൽ യോഗത്തിന്റെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിടാൻ തുടങ്ങിയ ഷേർലിയെയും മറ്റു വനിതാ കൗൺസിലർമാരെയും ചെമ്പഴന്തി ഉദയന്റെ നേതൃത്വത്തിലുള്ള സംഘം തടഞ്ഞുവെച്ചു എന്നാണ് കോൺഗ്രസ് പിന്നീട് ആരോപിച്ചത്. വധശ്രമ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത BJP കൗൺസിലർ ആർ സുഗതൻ ഒപ്പിടുന്നതിനു വേണ്ടി BJP കൗൺസിലർമാർ ഹാജർ ബുക്ക് മാറ്റിവെക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് യോഗത്തിൽ അതിശക്തമായ പ്രതിഷേധത്തിന് UDF അംഗങ്ങൾ ഇറങ്ങിത്തിരിച്ചത്. ഇത് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസ് കൗൺസിലർമാർ ഹാജർ ബുക്ക് പിടിച്ചു വാങ്ങുന്നു. കിട്ടിയ തക്കത്തിന് ഹാജർ ബുക്കിലെ ആർ സുഗതന്റെ പേജ് വലിച്ചു കീറാനുള്ള ശ്രമമായി BJP കൗൺസിലർമാരുടെ ഭാഗത്തു നിന്ന്. കോൺഗ്രസ് അംഗങ്ങളുടെ കയ്യിൽ നിന്ന് ഹാജർ ബുക്ക് BJP പ്രവർത്തകർ പിടിച്ചു വാങ്ങിയതോടെ എല്ലാം കൈവിട്ടിയ അവസ്ഥ. ഇതോടെ ഇരു പാർട്ടിയുടെയും ജനപ്രതിനിധികൾ തമ്മിൽ അതിശക്തമായ ഉന്തും തള്ളും. ചില നേതാക്കൾ ഡയസിന് മുകളിൽ വരെ കയറി പരസ്പരം പോർ വിളിക്കുന്നു. ഉന്തും തള്ളും പിന്നെ കയ്യേറ്റത്തിലേക്ക് വഴിമാറി. കോൺഗ്രസിന്റെ വനിതാ കൗൺസിലർമാരെ BJP കൗൺസിലർമാർ കയ്യേറ്റം ചെയ്തു എന്ന് ശബരിനാഥൻ ആരോപിക്കുന്നു. ഒരു BJP കൗൺസിലർ ശബരിനാഥനെ തല്ലാൻ ശ്രമിക്കുന്നതും മറ്റൊരു വനിതാ കൗൺസിലറുടെ തലയിൽ അടികൊള്ളുന്നതുമൊക്കെ ഇപ്പോൾ വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കോൺഗ്രസ് കൗൺസിലർമാർ ഹാജർ ബുക്ക് കൈയടക്കി വെക്കാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങളുടെ മൂല കാരണമെന്ന് BJP കൗൺസിലർമാർ. അവരുടെ കയ്യിൽ നിന്നും ബുക്ക് തിരികെ വാങ്ങാൻ ശ്രമിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തത്. ചെമ്പഴന്തി ഉദയൻ തങ്ങളെ മർദ്ദിച്ചു എന്നാരോപിച്ചുകൊണ്ട് വനിതാ കൗൺസിലർമാർ പരാതിയുമായി പോലീസിന് മുന്നിലെത്തി. ചെമ്പഴന്തി ഉദയന്റെ ലക്ഷ്യം മനഃപൂർവ്വം രജിസ്റ്റർ ബുക്ക് കീറി എറിയുകയായിരുന്നുവെന്ന ആരോപണമാണ് കോൺഗ്രസ് കൗൺസിലർമാർ മുന്നോട്ട് വെച്ചത്. ചെമ്പഴന്തി ഉദയനെതിരെ ശബരിനാഥന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് പരാതി നൽകി. മർദ്ദനമേറ്റ കൗൺസിലർ ഷേർലിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. നാലാഞ്ചിറ കൗൺസിലർ ത്രേസ്യാമ്മയ്ക്കും പരിക്ക് പറ്റി ആശുപത്രിയിലേക്ക് മാറ്റുന്നു. എന്നാൽ ചില രസകരമായ സംഭവങ്ങളും അവിടെ അരങ്ങേറി. പരിക്കേറ്റ കോൺഗ്രസ് കൗൺസിലർമാരെ തേടി ആദ്യമെത്തിയത് വി ശിവൻകുട്ടി കോർപ്പറേഷനിലേക്ക് പാഞ്ഞുവന്ന് പരിക്കേറ്റ കോൺഗ്രസ് കൗൺസിലർമാരെ കണ്ടു. കോർപ്പറേഷനിൽ നടന്നത് ഗുണ്ടാ വിളയാട്ടമാണെന്നും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ഇത്രയും സംഘർഷഭരിതമായ കാലഘട്ടമുണ്ടായിട്ടില്ല എന്നും ശിവൻകുട്ടി പ്രതികരിച്ചു. കാപ്പയടക്കം 50ഓളം കേസുകൾ ചുമത്തിയിട്ടുള്ള ആർ സുഗതനെ കൗൺസിലിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല എന്ന നിലപാട് LDF കൗൺസിലർമാർ മുന്നോട്ട് വച്ചു. കഴിഞ്ഞ ദിവസം പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ LDF കൗൺസിലർമാർക്ക് വീണ്ടും പരിക്കേറ്റു എന്നാണ് LDF നേതൃത്വം പറയുന്നത്. നഗരസഭ കോർപ്പറേഷൻ ഓഫീസിലെ കൗൺസിൽ ഹാളിൽ UDF BJP കൗൺസിലർമാർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 4 BJP കൗൺസിലർമാർക്കെതിരെ ഇപ്പോൾ മ്യൂസിയം പോലീസ് കേസെടുത്തു. കൗൺസിലർമാരായ ചെമ്പഴന്തി ഉദയൻ, ഗിരി, രതീഷ്, പാപ്പനംകോട് സജി എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. UDF വനിതാ കൗൺസിലർമാരായ ഷേർലി S, അനിത അലക്സ് എന്നിവരുടെ പരാതിയിലാണ് നടപടി. തുടക്കം മുതൽ പ്രതിപക്ഷത്തിന് കോർപ്പറേഷനിൽ പാടുന്നു. അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ഈ കേസ് ശബരിനാഥൻ തീരുമാനമെടുത്ത് കോൺഗ്രസിന്റെ കൗൺസിലർമാർ ഒത്തൊരുമിച്ച് നീങ്ങുമ്പോൾ മറുവശത്ത് ശിവൻകുട്ടിയുടെ കട്ട പിന്തുണ. എന്നാൽ CPMന്റെ ഒരു വിഭാഗം നേതാക്കൾ ഇതിനെ തള്ളിപ്പറഞ്ഞു. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയി എന്നാൽ ഈ അവിശ്വാസത്തെ എതിർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ജില്ലാ സെക്രട്ടറിയെ ചൊല്ലി പാർട്ടിയിൽ ചില തർക്കങ്ങളുണ്ടായിരുന്നു. MLA ആയ V. ജോയിക്ക് പകരം V. ശിവൻകുട്ടിയെ ജില്ലാ സെക്രട്ടറി ആക്കണമെന്ന് ഒരു വിഭാഗം വാശി പിടിച്ചിരുന്നു. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പുണ്ടാകാനുള്ള സാധ്യത തെളിഞ്ഞു. എന്നാൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് ജോയിക്ക് തന്നെ സ്ഥാനം ഉറപ്പിച്ചു കിട്ടി. ഇതിനുശേഷം പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുകയാണ് V. ശിവൻകുട്ടി. നയപരമായ കാര്യങ്ങൾ പോലും തന്നോട് ആലോചിക്കുന്നില്ല എന്ന V. ശിവൻകുട്ടിയുടെ പരാതി. കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു എന്ന കേട്ടപാതി V. ശിവൻകുട്ടി പിന്തുണയുമായി എത്തി. ഇതിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് V. ജോയി കളത്തിലിറങ്ങി. ശിവൻകുട്ടിയെ തിരുത്തി ജില്ലാ സെക്രട്ടറി V. ജോയിയും കോർപ്പറേഷൻ പാർലമെന്ററി പാർട്ടി നേതാവ് SP ദീപക്കും രംഗത്തെത്തിയതോടെ V. ശിവൻകുട്ടി ഒറ്റപ്പെട്ടു.
പാർട്ടിയോട് ആലോചിക്കാതെയുള്ള ശിവൻകുട്ടിയുടെ പ്രതികരണങ്ങൾ വിലക്കണമെന്ന് ജില്ലാ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ അവിശ്വാസം കൊണ്ടുവരുന്നതിൽ പാർട്ടിയിൽ ഒത്തൊരുമ വേണം. ഇക്കാര്യത്തിൽ പൊതുയോജിപ്പുണ്ട് എങ്കിൽ എടുത്തുചാടി കെണിയിൽ വീഴരുത് എന്നാണ് SP ദീപക്കും വി ജോയിയും പറയുന്നത്. BJP ഭരണസമിതി അധികാരമേറ്റ 6 മാസം തികയുന്നതേയുള്ളൂ. ആദ്യ അവിശ്വാസം തന്നെ പരാജയപ്പെട്ടാൽ വീണ്ടും 6 മാസം കാത്തിരിക്കണം. നിലവിൽ കാപ്പ കേസിൽ കരുതൽ തടങ്കലിലായ BJP കൗൺസിലർ സുഗതൻ കോടതിയെ സമീപിക്കുന്നുണ്ട്. സുഗതന്റെ ആദ്യ സത്യപ്രതിജ്ഞ കോടതി അസാധുവാക്കി. ജയിലിലായതിനാൽ അത് വീണ്ടും നടത്താനായിട്ടില്ല. ഇതൊക്കെ കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ നിയമപരമായ തീരുമാനം വന്നതിന് ശേഷം അവിശ്വാസം പോലെയുള്ള നടപടികളിലേക്ക് കടന്നാൽ മതി. ഇതാണ് CPMന്റെ ഔദ്യോഗിക തീരുമാനം. മറുവശത്ത് ഇക്കാര്യങ്ങളിൽ തികഞ്ഞ വിയോജിപ്പാണ് വി ശിവൻകുട്ടിക്കുള്ളത്. തമ്മിലിടിക്കുന്ന CPM, മറുവശത്ത് കോൺഗ്രസിൽ ഏകാഭിപ്രായമില്ല. പ്രതിപക്ഷത്തെ അനൈക്യം അവസരമാക്കി മാറ്റിയ VV രാജേഷ് 700ഓളം അജണ്ടകൾ 7 മിനിറ്റിനുള്ളിൽ പാസ്സാക്കിയെടുത്തതാണ് ഇന്നലത്തെ ഉജ്ജ്വല വിജയം. രേഖകളോ മിനിറ്റ്സോ ഇല്ലാതെ കൗൺസിൽ നടന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് BJPയുടെ ഭാഗത്തു നിന്ന് എന്ന് KS ശബരിനാഥൻ പറയുന്നു. ഇതുവഴി കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന വാഴോട്ടുകോണം കൗൺസിലർ സുഗതനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എല്ലാം കെട്ടുകഥകളാണെന്നും മേയറുടെ ഓഫീസിൽ വന്നാൽ എപ്പോൾ വേണമെങ്കിലും ഹാജർ ബുക്കിൽ ഒപ്പിടാമെന്നും ഡിജിറ്റൽ തെളിവുകൾ കാണുമെന്നും പ്രതിപക്ഷത്തിന് അറിയില്ലേ എന്നാണ് മേയറുടെ ചോദ്യം. ചുരുക്കത്തിൽ പരസ്പരമുള്ള പോർവിളികളും സംഘർഷവും. ഇതിൽ പ്രതിപക്ഷം എന്തു നേടി എന്ന ചോദ്യം. VV രാജേഷ് കൂടുതൽ കരുത്താർജിക്കുന്ന കാഴ്ച. അവിശ്വാസ പ്രമേയം ആദ്യം ചീറ്റി. കൗൺസിലർ സുഗതനെ പുറത്താക്കാനുള്ള പ്രതിപക്ഷ നീക്കം അനൈക്യത്തിൽ തട്ടിച്ചിതറി. മറുവശത്ത് 700ഓളം അജണ്ടകൾ പാസ്സാക്കിക്കൊണ്ട് ഒരു നിർണായക വിജയം VV രാജേഷ് കൈവരിക്കുന്നു. കൂടുതൽ കരുത്തനായി മാറുകയാണ് തിരുവനന്തപുരം മേയർ VV രാജേഷ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.